മോദി വലിയ ആവേശമാക്കിയിട്ടുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും മോഡി തീർച്ചയായിട്ടും ആവേശം പകരുന്നതാണ്. അതാണ് മോഡി മിറക്കിൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് സത്യസന്ധതയാണ്, ഉത്സാഹവും നല്ല ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയ. അദ്ദേഹത്തിന് കാര്യങ്ങൾ ചെയ്യിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ വേണ്ടി സാധിക്കുന്നത്. അത് ഒരു പ്രദേശത്തിനും അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യമില്ല, രാജ്യത്തിൻ്റെ മൊത്തമായിട്ടുള്ളത്. അതും അടിസ്ഥാന വർഗമുണ്ടല്ലോ, അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനാണ് മുൻഗണന. രാഷ്ട്രീയ വിമർശനങ്ങൾക്ക്, ഇവിടെ ഉയർന്ന രാഷ്ട്രീയ വിമർശനങ്ങൾക്കൊക്കെ മോദി ഇന്ന് കൃത്യമായി മറുപടി നൽകിയിട്ടുണ്ട് എന്നാണ് താങ്കൾ കരുതുന്നത്? അതെ, അതിനൊരു മറുപടി എന്നുള്ളതല്ല, നമ്മുടെ നിലപാട് വിശദീകരിച്ചു. മറ്റുള്ളവരും പല നിലയ്ക്ക് വ്യാഖ്യാനിക്കുന്നുണ്ട് അവരുടെ താല്പര്യപ്രകാരം. സത്യാവസ്ഥ എന്താന്നുള്ളത് അദ്ദേഹം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് എപ്പോഴും വെക്കാമല്ലോ. ഒരു രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ ഉണ്ടാകും എന്നതിന്റെ സൂചനകൾ മോദിയുടെ വാക്കിൽ ഉണ്ട്. അങ്ങനെ താങ്കൾ പ്രതീക്ഷിക്കുന്നു? അത് ഉണ്ടാവുന്നത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ, ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. തിരുവനന്തപുരത്ത് ശശി തരൂരാണ്. പാർട്ടി തീരുമാനിക്കും, പാർട്ടി എന്ത് തീരുമാനിക്കുമോ അത് തന്നെയാണ്. ശശി തരൂരാണെങ്കിലും ബി.ജെ.പി സ്ഥാനാർത്ഥിക്ക് സാധ്യതയുണ്ടെന്ന് കരുതുന്നുണ്ടോ? ആരായാലും പാർട്ടി ഏത് വ്യക്തിയെ നിർത്തുന്നു ഔദ്യോഗികമായിട്ട് അവർക്ക്. നേരത്തെ പറഞ്ഞ ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോവുകയാണോ? ഒരു പോലുമില്ല. അല്ല, തരൂരാണെങ്കിൽ സാധ്യത തരൂരിനാണെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയൊന്നുമില്ല. നമ്മള് തരൂരാണെങ്കിലും ബി.ജെ.പി സ്ഥാനാർത്ഥിക്ക് സാധ്യത. വ്യക്തിയല്ല പ്രശ്നം, പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത് അതനുസരിച്ച് പാർട്ടി പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കും. ബി.ജെ.പിക്ക് ഏറ്റവും സാധ്യത കൽപ്പിക്കുന്ന മണ്ഡലം ഏതാണ് താങ്കൾ? പലതുണ്ട്, അങ്ങനെ വിലയിരുത്തൽ നടത്തിയിട്ടില്ല. പല മണ്ഡലങ്ങളും വിജയ സാധ്യതയുള്ള, ചിലത് അപ്രതീക്ഷിതമായിട്ട് ചിലത് ജയിക്കും.